പ്രണയം മനസ്സിലാക്കിയ, പ്രണയത്തെ അറിഞ്ഞ, പ്രണയിനി ഉപേക്ഷിച്ചു പോയ ഞങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ കാമുകന്മാർക്കു വേണ്ടിയും ഞങ്ങൾ സമർപ്പിക്കുന്നു. You are on cue. You are on cue. Q-U-E-U-E. പണി തുടങ്ങി പടച്ചു പണി തുടങ്ങി പണി തുടങ്ങി പടച്ചു പണി തുടങ്ങി കേൾക്കേണ്ട സമയത്ത് കേൾക്കാതിരുന്നിട്ട് കാണേണ്ട സമയത്ത് കാണാതിരുന്നിട്ട് ഇവർക്ക് തോന്നിയപ്പ പണി തുടങ്ങി ഓൻ പണി തുടങ്ങി. ക്യാൻഡിൽസ് കത്തിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥനയും നോട്ടുമാല കൊണ്ടിട്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥനയും കാണാതിരുന്നിട്ട് കേൾക്കാതിരുന്നിട്ട് ഇവർക്ക് തോന്നിയപ്പ പണി തുടങ്ങി ഓൻ പണി തുടങ്ങി. ഓനിപ്പേണ് പണി തുടങ്ങിയിരിക്കുന്നത് സങ്കടണ്ടിട്ട പുണ്യളാ. നല്ല എന്റെ പണിയാണ് മച്ചാനെ. നിന്റെ ക്യൂ മാറിട്ട മുത്തേ. പണി തുടങ്ങി പണി തുടങ്ങി പണി തുടങ്ങി പണി തുടങ്ങി പണി തുടങ്ങി പണി തുടങ്ങി. എന്താണ് ദീപ്തി ഇങ്ങനെ പെട്ടെന്നൊരു തീരുമാനം എടുക്കല്ലേ? നമുക്കൊന്ന് ആലോചിച്ചൂടെ? എന്ത് പ്രോബ്ലംസ് ആണെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാന്ന്. അരുൺ, എന്നെ വിട്ടേക്ക്. ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ഞാനായിട്ട് ഒഴിഞ്ഞു മാറാണ്. ഇനി എന്നെ ശല്യപ്പെടുത്തരുത് പ്ലീസ്. അപ്പോൾ ഇത്രയും നാൾ നീ എന്നെ സ്നേഹിച്ചു എന്ന് പറഞ്ഞത്, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ, നമ്മുടെ ജീവിതം എല്ലാം വെറുതെ ആയിരുന്നല്ലേ? നീ എന്നെ നന്നായി തേച്ചു അല്ലേ? ദേ അരുൺ, ഇനി മുതൽ നമ്മളെന്നില്ല. നീയും ഞാനും. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. ശരിയാണ്. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് എപ്പോഴും പ്രിഫറൻസ് അല്ലേ? ഫാമിലി, റിലേറ്റീവ്സ്, നാണക്കേട്, മാനക്കേട്, ജോലി. ഞങ്ങൾ ആണുങ്ങൾക്ക് ഒന്നും ബാധകമല്ലേ? അതൊന്നും എനിക്കറിയില്ല അരുൺ. ഞാൻ പോവേണ്. അളിയ, അവളെന്നെ തേച്ചൂടാ. ഓൾക്കെന്നെ വേണ്ടാന്ന്. ഇതാണ് അളിയ സ്നേഹം. ജീവിച്ച് മതിയായി മച്ചാ. ഞാൻ പോവേണ്. അടുത്ത ജന്മം ഉണ്ടെങ്കിൽ പെണ്ണില്ലാത്തൊരു ലോകത്ത് ജനിക്കണമെന്നുണ്ട്. പിന്നെ എൻ്റെ ബൈക്കും മൊബൈലും ഒരു ജോഡി ഷൂസും ഇവിടെ ഇരിപ്പുണ്ട്. മാസം മാസം CC അടച്ചാൽ നിനക്കതെടുക്കാം. എന്ന് സ്വന്തം കടൽമുട്ടിൽ നിന്ന്. എന്റെ പൊന്നോ, എന്താടാ ഞാൻ അപ്പോഴേ പറഞ്ഞ ഈ ചകടത്തിന് വരണ്ടാന്ന്. നാശം കേടാവാൻ കണ്ട സമയം. കോപ്പേ
നീ എന്തിനാണ് എൻ്റെ വണ്ടി വെച്ച് ഓട്ടിയത്? നിന്റെ വർത്താനം കേട്ടതൊന്നും എൻ്റെ കാര്യത്തിനാണ് വന്നതെന്ന്. കണ്ട പെണ്ണുങ്ങളൊക്കെ മേലെ എന്നെ വിളിച്ചിക്കരുത്. ഓ ഒരു തമാശ പറഞ്ഞേക്കണം പിണങ്ങിയാ ചുള്ള. ഇതാണ് ഈ ചെറുക്കൻ്റെ കാര്യം. വണ്ടി അല്ലേ നീ? ഒന്ന് പോളപ്പാ. ഒരു സെക്കൻഡ്, ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അവളാന്ന് തോന്നുന്നു. അല്ലടാ അരുണ. അവനെന്ത് പറ്റി? ഡാ അവനെന്ത് പറ്റിയെന്ന്? ആർക്കറിയാ, ഞാനൊന്നും വായിച്ചില്ല. എടാ നീ ആ മെസ്സേജ് വായിക്കട പോർക്കേ വല്ല അത്യാവശ്യമായിരിക്കും. ഇങ്ങനത്തെ ആളവധുരി. ആശമത്തം കലിപ്പിലാണെന്ന്. എന്താണ്ടാപ്പാ അവന് വല്ല ലോട്ടറി അടിച്ചാ? അതല്ലടാ, അവൻ 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 ചാടി ചാവാൻ പോകണെന്ന്. ചാവാൻ പോണെന്നോ? അതും അരുണ നീയൊക്കെ ഇത് വിശ്വസിച്ചേക്കണ? അവന് പ്രാന്താണ്ടപ്പാ. പിന്നെ ആത്മഹത്യ ചെയ്യാൻ പോയല്ലേ? നീ വന്നേ, ആ പെണ്ണവിടെ കത്തിക്കണ്. 2-3 ദിവസമായിട്ട് അവനൊരു അന്തവും കുന്നില്ല നടക്കണ്. എനിക്ക് തോന്നണ് അവൻ ചാടുന്നു. നീ വന്നേ, നമുക്ക് ചെന്ന് നോക്കാം. അതല്ല മച്ചാ, എൻ്റെ കൊച്ചവിടെ പോസ്റ്റാവും. ഒന്ന് വാടമയിരേ, അവൻ്റെ ഒരു കൊച്ച്. ഓരോരുത്തന്മാരുടെ അവസ്ഥ കണ്ടില്ലേ? ഈ നായിൻ്റെ മക്കളെല്ലാം ചതിക്കും. വണ്ടി ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് പോകാം. വേഗം പാടാ. ഹലോ മഞ്ജു, എൻ്റെ മഞ്ജു ഒന്നും മനസ്സിലാക്കി. ഞാൻ ഒരു സ്ഥലത്ത് പെട്ടുപോയി, അതല്ലേ? മഞ്ജു മഞ്ജു ആളിയാ, മഞ്ജു പോയാളിയാ. ഒന്ന് വാടവധുരി. ചേട്ടാ ഒന്ന് കടൽമുട്ടിലേക്ക് പോകണം, അത്യാവശ്യമാണ്. ചേട്ടാ ഒന്ന് വേഗം പോട്ടെ. അവിടെ പോയി വിളിക്കിരിക്കാനാണ്. അവിടെ പോലീസുകാരൊക്കെ അവിടെ നോക്കിയിരിക്കണം. നമ്മ അതിനാണ് പോണാളിയാ. ഓട്ടം കണ്ടാലറിഞ്ഞൂടെ വിളിക്കിരിക്കാൻ തന്നെ. പുണ്യാളാ, ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം നീ എനിക്ക് തന്നില്ല കേട്ടാ. നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് ഞാൻ ചാവേണ്. ഈ പ്രാർത്ഥനയിൽ നീ കേൾക്കണം. പിന്നെ അന്ത്യവിധിയിൽ നീ എന്നെ നിൻ്റെ വലതു ഭാഗത്ത് തന്നെ ഇരുത്തണം. ഇടതെന്ന് കേൾക്കുമ്പോൾ ചിലർക്ക് ചൊറിഞ്ഞാൽ കയറും. അപ്പോൾ ഗുഡ് ബൈ, സീ യു ഇൻ ദ ഹെവൻ. നിങ്ങൾ ക്യൂവിലാണ്. മാസം മാസം സി സി അടച്ചാ നിനക്കതെടുക്കാം. ഒന്ന് വാടാ. ഡാ കണ്ണൂർക്കടാ, എന്തായി കാണിച്ചത്? ഡാ ഒന്ന് എഴുന്നേക്ക്. എന്താണളി എങ്ങനെയൊക്കെ? ഇല്ലടാ, ഒന്ന് കണ്ണ് തുറക്ക കളിയാ. ഇല്ലെന്ന് അപ്പോഴേക്കും വന്ന് രക്ഷിച്ചടാ. ഓരോ പണിയായിട്ട് വന്നേക്കണ്. വല്ല കാര്യമുണ്ടോ നിനക്ക്? ബൈക്കിന് കോപ്പ് കിട്ടും. ശരിയടാ, നിഖിലൊന്ന് നോക്കടാ. എന്താ ചില്ല സുഖാണ്. എൻ്റെ ഫ്രണ്ട്സാണത്ര ഫ്രണ്ട്സ്. മനുഷ്യനും മര്യാദക്ക് ചാവാനും സമ്മതിക്കാത്ത ഫ്രണ്ട്സ്. എന്തിട്ട് സാധനം ഇത് കെട്ടാനും പറ്റണില്ല. ഇതേ പുണ്യാള ആദ്യത്തെ ചാൻസ് മുമ്പിച്ച കൈ തന്നു. ഈ ഒരു കാര്യത്തിലെങ്കിലും അല്പം കരുണ എന്നോട് കാണിച്ചൂടെ? ജീവിക്കാനൊന്നും നീ സമ്മതിച്ചില്ല, അപ്പം മരിക്കാനെങ്കിലും അനുഭവിച്ചൂടെ?
നിങ്ങൾ ക്യൂവിലാണ്. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. എൻ്റെ പുണ്യാളാ, മണ്ണെണ്ണ വെച്ച് കത്തിച്ച് മരിക്കാനോട്ട് ഇഷ്ടമുണ്ടായിട്ടില്ല. പക്ഷേ വേറെ വഴിയില്ലട്ടാ. അധികം വേദന നൽകാതെ എന്നെങ്ങാട്ട് എടുത്തേക്കണേ. എനിക്കറിയാ ഇത് കത്തൂലെന്ന്. സംഭവം വേറെ ഉണ്ട്. അമ്മാവൻ അരുൺ മോനെ, നിന്നെന്താടാ മണ്ണെണ്ണട വേണം? അത് ഞാൻ കുളിക്കാനായിട്ട്. കുളിക്കാൻ എണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെയല്ലേ ആൾക്കാരിടുന്നത്? വാ, അമ്മാവന് ഇടിരി. ശരി. കുളിച്ചിട്ടാ വരാ. അമ്മാവൻ തിന്നാൻ വന്നേക്കുന്ന നാറി. പുണ്യാളാ, ഇത് നമ്മുടെ അവസാനത്തെ വഴിയാണ്. കൈമുറിച്ച് ചാവാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് പേടിയാണ്. പിന്നെ ആത്മഹത്യ ചെയ്യാനുള്ള വേറൊരു വഴി എനിക്കറിയില്ല. അതുകൊണ്ട് ഈ പ്രാർത്ഥന പുണ്യാളം കേൾക്കണം, എന്നെ ചാവാൻ അനുവദിക്കണം. കേസ് ഇവിടെ അമ്മയ്ക്കാ വിളിക്കണം. ജീനെ, അതാരാണ് ജീന? എൻ്റെ പുണ്യാളാ, ഇപ്പോഴാണ് കേട്ടാ നമ്മുടെ പ്രാർത്ഥന ഒന്നും കേൾക്കാത്തതിൻ്റെ കുട്ടൻസ് നമുക്ക് മനസ്സിലായത്. ഈ സുന്ദരിക്കോ അതെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരാനായിരുന്നല്ലേ. ആത്മഹത്യ ഞാൻ വിജയിച്ചിരുന്നെങ്കിൽ ആകെ പാളിയാനെ. തെറ്റിദ്ധരിച്ചതിന് സോറി എൻ്റെ പുണ്യാളാ. പിന്നെ നാളെ ഞാൻ ആ മൊഞ്ചത്തിയെ കാണാൻ പോയാണ്. ഒരു ഡേറ്റിങ് ഒന്ന് മിന്നിച്ചേക്കണേ.
കുറേ നേരമായി വന്നിട്ട്. കുറച്ചായി. ഈ കാര്യത്തിൽ പോലും ഒരു പഞ്ച്വാലിറ്റി ഇല്ലല്ലേ? ട്രാഫിക് ഭയങ്കര കൂടുതലായിരുന്നു. ഈ ഗുഡ് ഈവനിങ് സർ. ഗുഡ് ഈവനിങ് മാം. താങ്ക് യു. ചേട്ടാ കസ്കസ് ഉണ്ടാ? എന്താ എന്ത് പറ്റി അരുൺ? കുഴപ്പമില്ല. എന്തോ 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 ചെറുതായിട്ട് വന്നതാണ്. ഈ പ്രാർത്ഥന പുണ്യാളം കേൾക്കണം. എന്നെ ചാവണം. അരുൺ എന്താ അരുൺ? അരുൺ അരുൺ വാട്ട് ഹാപ്പൻ? അരുൺ എന്ത് പറ്റി? ജീവിക്കാനൊന്നും സമ്മതിച്ചില്ല. അരുൺ അരുൺ എന്ത് പറ്റി സർ? അരുൺ ജീവിക്കാനൊന്നും സമ്മതിച്ചില്ല. അപ്പം മരിക്കാനെങ്കിലും ആലോചിച്ചൂടെ? ഈ പടച്ചോൻ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ചില ആഗ്രഹങ്ങളൊക്കെ നമ്മൾ മറന്നാലും പുള്ളി മറക്കില്ല എന്ന് തോന്നുന്നു.